ഹായ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് മൊത്തത്തിൽ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫ്രെയിം, പെൻസിൽ, ത്രെഡ് കട്ടർ, ത്രെഡ്, നീഡിൽ, കാർബൺ പേപ്പർ, ബട്ടർ പേപ്പർ, ക്ലോത്ത്, ഇറേസബിൾ പെന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലൊരു വുഡൻ ഫ്രെയിമാണ്. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇത് 10 ഇഞ്ച് ഫ്രെയിമാണ്. ഇതുപോലെ നമുക്ക് ഇതിൽ 8 ഇഞ്ച്, 5 ഇഞ്ച്, 3 ഇഞ്ച് അങ്ങനെ എല്ലാ സൈസിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഒരു ഡിസൈനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ ഫ്രെയിം വരുന്നുണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാ, ഇങ്ങനെ ഇതുപോലുള്ള ഫ്രെയിം. ഇത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എംബ്രോയ്ഡറി ഇതുപോലെ ഇതിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിമാണ്. അപ്പം എംബ്രോയ്ഡറി ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫ്രെയിം വാങ്ങണ്ട. ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ ഇതുപോലുള്ള ഫ്രെയിം നല്ലതായിരിക്കും. നമുക്ക് ഫോട്ടോ എടുക്കാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ ഫ്രെയിമിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും വരുന്നുണ്ട്. ഇത് വുഡൻ്റെ ആണ്. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട്. അതും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ വുഡൻ്റെ ഫ്രെയിമാണ് എപ്പോഴും നമുക്ക് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് ക്ലോത്ത്, എംബ്രോയ്ഡറി ചെയ്യാനുള്ള ക്ലോത്ത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് സമയത്ത് കോട്ടൻ്റെ ക്ലോത്ത് വാങ്ങിയാൽ മതി. ഈ ക്ലോത്തിൻ്റെ പേര് കേസ്മെൻറ്റ് ഫാബ്രിക് എന്നാണ്. ഇത് നമ്മൾ ഇതുപോലെ ഹൂപ്പാർട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഈ ഫ്രെയിമിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചും കൂടി നല്ലൊരു കട്ടിയുള്ള നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. ഈ ക്ലോത്തിൻ്റെ പേരാണ് കേസ്മെൻറ്റ് ഫാബ്രിക്. അപ്പം ഞാനിവിടെ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഈ ഫാബ്രിക്കാണ്. ഇത് അത്യാവശ്യം ഒരു മീറ്ററിന് 100 റുപ്പീസിൻ്റെ ഒക്കെ മേലെ റേറ്റ് വരും. ഇത് നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ മൽക്കോട്ടന് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ് കട്ടർ. നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് കട്ടറാണിത്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് നീഡിൽ, പല സൈസിലുള്ള നീഡിലുകളാണ്. ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങിയതാ. ഇതിൽ 55 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ തൽക്കാലം ഇതുപോലെയുള്ള എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള 2-3 നീഡിൽ, ഇതിലും ചെറിയ ഒരു 1-2 നീഡിൽ, അത് മാത്രം വാങ്ങിച്ചാൽ മതി പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരു പെൻസിൽ വേണം. നമ്മളെ ക്ലോത്തിൽ നേരിട്ട് നമ്മൾ വരക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെൻസിൽ വേണം. പിന്നെ നമുക്ക് ക്ലോത്തിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന പിക്ചർ, അതിൻ്റെ ആ കളറ് നമുക്ക് അവിടെ നിന്ന് അതൊരു വൃത്തികേടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെന്നാണിത്. ഹീറ്റ് ഇറേസബിൾ പെന്ന് പറയും. അപ്പോൾ ഇത് ഇതുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ മാർക്കിങ് മൊത്തം പോവും. അപ്പം എംബ്രോയ്ഡറി നല്ല രീതിയിൽ നമുക്ക് കാണിക്കും. അല്ലാതിരുന്നാൽ നമ്മൾ പെൻസിൽ വെച്ച് നേരിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു പെന്ന്. പിന്നെ നമുക്ക് വേണ്ടിയത് എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നൂലാണ്. ഈ നൂല് ഇത് നമ്മൾ ഹൂപ്പാർട്ടും അതുപോലെ ഡ്രസ്സിലൊന്നും ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നൂലല്ല. ഇത് രംഗോലി ബ്രാൻഡിൻ്റെ ആണ്. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഈ ത്രെഡ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ത്രെഡാണ്.
കാരണം ഇതിന് 5 രൂപയെ വില വരുന്നുള്ളൂ, 4-5 രൂപ എന്താ വില വരുന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാനും ഡ്രസ്സിലൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡാണിത്. ഇത് ആങ്കർ ബ്രാൻഡിൻ്റെ ത്രെഡാണ്. ഇതിന് ഒന്നിന് 12 രൂപ വില വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഈ ത്രെഡിന് 4-5 രൂപ വരുന്നുള്ളൂ. ഇത് പ്രീമിയം ക്വാളിറ്റി ത്രെഡാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുക. കളറൊന്നും പോവാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ത്രെഡ് നമുക്ക് ഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ കാർബൺ പേപ്പർ 2 കളറിൽ നമുക്ക് കിട്ടും. ഒന്ന് യെല്ലോ, ഒന്ന് ഓഫ് വൈറ്റും. ഇത് നമ്മൾ ബ്ലാക്ക് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഈ യെല്ലോ കളർ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ആ ഡിസൈന് ശരിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ക്ലോത്തിലൊക്കെ നമുക്കിതാ ഇതുപോലുള്ള ബ്രൗൺ കളറ് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പർ. നമ്മൾ എംബ്രോയ്ഡറീൻ്റെ ഡിസൈന് ഇതിലാണ് നമ്മൾ വരച്ചെടുക്കുക. ഫസ്റ്റ് ഇതിൽ വരച്ചെടുത്തിട്ട് ഈ കാർബൺ പേപ്പർ താഴെ വെച്ചിട്ട് നമ്മൾ ക്ലോത്തിൽ ട്രേസ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാർബൺ പേപ്പർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു നല്ല ലോങ് ആയിട്ടുള്ളൊരു ഇങ്ങനെയുള്ളൊരു തുണി വേണം. കോട്ടൺ തുണിയാണ്. ഇത് കുറച്ച് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നൊരു തുണി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓരോ ദിവസവും പഠിക്കണ സ്റ്റിച്ചുകൾ ഇതുപോലെ നമ്മൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതിൽ ഓരോ സ്റ്റിച്ചും എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ പേരും കൂടെ എഴുതി വെച്ചാൽ നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ പേരും അതെങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു നല്ല ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന സ്റ്റിച്ചസ് ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പേരും കൂടെ എഴുതാൻ ശ്രമിക്കണം. ഞാനിത് പഠിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഞാനിതിൽ പേര് എഴുതിയിട്ടില്ല. ഇതിലുള്ള ഒട്ടുമിക്ക സ്റ്റിച്ചസിൻ്റെ പേര് എനിക്ക് അറിയാം. അപ്പോൾ ഇതുപോലുള്ളൊരു ക്ലോത്തും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ ആവശ്യമുള്ള മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് സെറ്റാക്കുക. ഞാനിത് ഗ്രൂപ്പിൽ ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇടാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വേണ്ട എല്ലാ മെറ്റീരിയൽസും വാങ്ങി റെഡി ആയിരിക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഈ ഒരു പിക്ചർ ഇതിൽ ട്രേസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ബട്ടർ പേപ്പറും ഈ കാർബൺ പേപ്പറും വെച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലെ ഈ ഡിസൈന് ട്രേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാവുക. അതിന് ശേഷമായിരിക്കും നമ്മുടെ സ്റ്റിച്ചിൻ്റെ വീഡിയോ തുടങ്ങുക. അപ്പം എല്ലാവരും എല്ലാ മെറ്റീരിയൽസും വാങ്ങി റെഡി ആവുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.